ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കുറച്ച് സെൻറ്റൻസസും പോസിറ്റീവായിട്ടുള്ള കുറച്ച് സെൻറ്റൻസസും ഒപ്പം തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസസും ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ് പഠിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും ഉപകാരപ്രദം നമ്മളുടെ കമ്മ്യൂണിക്കേഷനാണെന്നുള്ളത്. ഒരു വ്യക്തിയെ കാണുമ്പോൾ ആദ്യം നമ്മൾ എന്താ ശ്രദ്ധിക്കുക? അയാളുടെ രൂപം, പിന്നെ അയാൾ സംസാരിക്കുന്ന രീതി, പിന്നെ അയാൾ കയ്യും കാലും യൂസ് ചെയ്യുന്ന വിധം. അതായത് സംസാരിക്കുന്ന സമയത്ത് എന്തൊക്കെ ഗസ്റ്റേഴ്സ് ആണെങ്കിൽ ഷേക്ക് ചെയ്തിട്ടാണോ സംസാരിക്കുന്നത്, കയ്യ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലേ, സ്റ്റെപ്സുകൾ മാറി നിന്ന് മുമ്പിലും പിന്നിലും നടന്ന് ഒരു മൂമെൻറ്റ്സ് ഓടിട്ടാണോ സംസാരിക്കുക, ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള വൈബ് നല്ലോണം ക്രിയേറ്റ് ചെയ്യണം. സെൽഫ് മോട്ടിവേഷനാണ് ഫസ്റ്റ് മോട്ടിവേഷൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പിന്നിൽ നിന്ന് ബൂസ്റ്റ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്. എങ്കിലും സെൽഫ് മോട്ടിവേഷൻ നമ്മളുടെ മൈൻഡിന് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് എടുക്കുക എന്നുള്ളത് നമ്മളുടെ കടമയാണ്. നമ്മൾ പറഞ്ഞ പോലെ അനുസരിക്കുന്നതാണ് നമ്മുടെ ബ്രെയിൻ, അല്ലേ? നമ്മളുടെ മൈൻഡ് സെറ്റ് നമ്മളാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ ഇയാൾ ഇങ്ങനെയായിരിക്കും, ഇയാൾ ഈ വിധത്തിലായിരിക്കും, ഡ്രസ്സിങ് നോക്കി പറയും, തലമുടി കുറേ വളർത്തിയിരിക്കുന്നു, അയാളുടെ നേച്ചർ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല, എൻ്റെലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും അവർ, അല്ല. ഒരിക്കലും ഒരാളെ പുറമേ നിന്ന് കണ്ടിട്ട് ജഡ്ജ് ചെയ്യരുത്. അപ്പോൾ വൊക്കാബുലറി ഇൻക്രീസിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മാനേഴ്സ്, നമുക്ക് സെൽഫ് മോട്ടിവേഷൻ വരുന്ന മാനേഴ്സ് എന്തൊക്കെയാണെന്നും കൂടി നോക്കാം. സീക്രട്ട് ടു സക്സസ് ഇൻ ലൈഫ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് തോട്ട്സാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ലവ് യുവർ സെൽഫ്. നമ്മൾ ഓരോരുത്തരും നമ്മളെ സ്നേഹിക്കണം. നമ്മളെല്ലാവരെയും സ്നേഹിക്കും. നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനെ സ്നേഹിക്കും, നമ്മുടെ മക്കളെ സ്നേഹിക്കും, നമ്മുടെ അമ്മയെ സ്നേഹിക്കും, നമ്മുടെ അച്ഛനെ സ്നേഹിക്കും, അല്ലേ? പിന്നെ നമ്മളുടെ സഹപാഠികളെ സ്നേഹിക്കും, ടീച്ചേഴ്സിനെ സ്നേഹിക്കും. പക്ഷെ നമുക്കായിട്ട് കുറച്ച് സമയം നമ്മൾ നീക്കി വയ്ക്കാറുണ്ടോ? ടീനേജൊക്കെ ആകുമ്പോൾ നമ്മൾ കണ്ണാടി മുമ്പ് കുറേ സമയം സ്പെൻഡ് ചെയ്യും. സെൽഫ് ലവിൻ്റെ ചെറിയൊരു ശതമാനം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ടീനേജേഴ്സിനോട് പറയാം. 40+, 30+ ആയിട്ടുള്ള ആൾക്കാർക്ക് സെൽഫ് ലവ് എങ്ങനെയാണ് കിട്ടുക? റെസ്പെക്റ്റ് യുവർ സെൽഫ്, അല്ലേ? കെയർ യുവർ സെൽഫ്, സ്പെൻഡ് ടൈം ഫോർ യുവർ സെൽഫ്, റീഡ് ഫോർ യു, ലിസൺ സംതിങ് ഗുഡ് ഫോർ യു. നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഗ്രാമർ ക്ലാസ് ശ്രദ്ധിച്ചാൽ ബോറിംഗ് ആണെന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ ബോറിംഗ് ആവുന്നത്? നമുക്ക് മോട്ടിവേഷൻ തരുന്ന, നമ്മളുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാൻ, നമ്മളുടെ ഓഫീസിൽ പോകുമ്പോൾ നമുക്ക് നല്ല നല്ല വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒപ്പം തന്നെ ഗ്രാമാറ്റിക്കലി തെറ്റില്ല നമുക്ക് സംസാരിക്കാൻ പറ്റും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജോലി സ്ഥലത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാമറിങ് ഒന്നുമില്ലാണ്ട്, തടസ്സമൊന്നുമില്ലാണ്ട് ഫ്രീ ഫ്ലോയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് മാത്രം നമുക്ക് പോരാലോ. നമുക്ക് ക്ലാസ്സസ് ശ്രദ്ധിക്കണം. ഇംഗ്ലീഷ് ഗ്രാമർ ഓറിയൻറ്റഡ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം. യെസ്. അപ്പോൾ ലവ് യുവർ സെൽഫ്. കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കണ്ടെത്തുക. സ്പെൻഡ് സം ടൈം ഫോർ യു, നോട്ട് സ്പെയർ ടൈം. വീണ് കിട്ടിയിട്ടുള്ള സമയമെല്ലാം എടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തന്നെ തീരുമാനിക്കണം. ലുക്ക് പീപ്പിൾ ഇൻ ദ ഐ. എപ്പോഴാണ് നമ്മൾ ആൾക്കാരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നത്? നമ്മൾക്ക് ഒരു കളങ്കവും എന്ന് ധൈര്യം വരുമ്പോഴാണ് നമ്മൾ ഒരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക. നമ്മളുടെ റിലേഷൻഷിപ്പ് അത്രത്തോളം ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കും. ഒരു കളങ്കവും ഇല്ലാത്ത ബന്ധമാണ് എന്ന് കാണിക്കാൻ നമ്മളെപ്പോഴും നമ്മുടെ മുമ്പിലിരിക്കുന്ന ഫ്രണ്ട്സ് ആയാലും എൽഡേഴ്സ് ആയാലും യങ്സ്റ്റേഴ്സ് ആയാലും ചെറിയ കുട്ടികളായാലും ഓരോരുത്തരെയും റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ ലുക്ക് പീപ്പിൾ ഇൻ ദ ഐ വൈൽ ടോക്കിംഗ്. കീപ് സീക്രട്സ്. നമ്മളുടെ സെൽഫ് ഐഡൻറ്റിറ്റിക്ക് വേണ്ട ഒരു കാര്യമാണ് കീപ് സീക്രട്ട്. നമ്മൾ പറയും, കുറേ ആൾക്കാർ നമ്മുടെ സീക്രട്ടൊക്കെ നമ്മൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും, അല്ലേ? ആ ഷെയർ ചെയ്തിട്ടുള്ള സീക്രട്സിനെ പേടിച്ചിട്ട് നമ്മളെന്നും അവരായിട്ട് സ്ലേവ് ആയിരിക്കണം. അപ്പോൾ ഡോ നോട്ട് ബി സ്ലേവ് ഫോർ എനിബഡി, സോ ഡോണ്ട് ഷെയർ സീക്രട്സ്. ബിലീവ് മിറക്കിൾസ് ഹാപ്പൻ എവ്രി ഡേ. ഓരോ ദിവസവും നമ്മൾക്ക് മിറക്കിൾസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓരോ ദിവസം. അതുകൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ തന്നെ ഉന്മേഷം കിട്ടുന്നത്, അല്ലേ?
അപ്പോൾ ഓരോ ദിവസം വ്യത്യാസമാണ്. ഓരോ ദിവസവും നമ്മൾക്ക് മിറക്കിൾസ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ബി ബ്രേവ്, ധൈര്യമായിരിക്കൂ. ധൈര്യമില്ലെങ്കിൽ ഇഫ് നോട്ട് പ്രിട്ടൻ ടു ബി, ധൈര്യമില്ലെങ്കിലും ധൈര്യമുണ്ടെന്ന് നടിക്കാൻ നിങ്ങൾ പഠിക്കണം. എന്താ ബി ബ്രേവിൻ്റെയൊക്കെ ബാക്കിലുള്ള ഇപ്പോൾ പറയാനുള്ള മോട്ടിവേഷൻ എന്താ? സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഐഡൻറ്റിറ്റി തന്നെയാണ് അല്ലേ? ബ്രേവ് ഓപ്പോസിറ്റ് കവേർഡ്. ഓൾവേസ് ഗിവ് പീപ്പിൾ എ സെക്കൻഡ് ചാൻസ്. എല്ലാവർക്കും നമ്മൾ സെക്കൻഡ് ചാൻസ് കൊടുക്കണം. സെക്കൻഡ് ചാൻസ് കൊടുക്കണം, നോട്ട് ചാൻസസ്. കുറേ ചാൻസസ് നിങ്ങൾ കൊടുക്കണ്ട, എങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സന്ദർഭം അവർക്ക് തിരുത്താനുള്ള സന്ദർഭം നിങ്ങൾ കൊടുക്കണം. ഓൾ ഓഫ് എ സഡൻ നിങ്ങൾ അവരെ തിരസ്കരിക്കരുത്, ജഡ്ജ് ചെയ്യരുത്. കീപ്പ് ഇൻ ടച്ച് വിത്ത് യുവർ ക്ലോസ് സർക്കിൾ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമായിട്ട് നിങ്ങളെന്നും ക്ലോസ് സർക്കിൾ കീപ്പ് ചെയ്യാൻ പഠിക്കണം. ഫ്രണ്ട്ഷിപ്പ്, ക്ലോസ് സർക്കിൾ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ പഠിക്കണം. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ നിങ്ങൾ നേട്ടങ്ങളാണ് നിങ്ങൾക്കുള്ളത്. കോട്ടങ്ങൾ കുറവേ ഉണ്ടാവുള്ളൂ, നേട്ടങ്ങളാണ് കൂടുതൽ. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. റെസ്പെക്റ്റ് എവ്രി വൺ ഹു വർക്ക്സ് ഫോർ എ ലിവിങ്, ബി ഇറ്റ് എ ട്രിവിയൽ ജോബ്. ചെറിയ ജോലി ചെയ്യുന്ന ആൾക്കാരെ പോലും റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമ്മൾ നമ്മുടെ മക്കളെയും അങ്ങനെ പഠിപ്പിക്കണം. വരുന്ന ചെറിയ ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലേ, അവർ നമ്മൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്യും, അത് നമ്മൾ ശീലിക്കരുത്. റെസ്പെക്റ്റ് എവ്രി വൺ ഹു വർക്ക്സ് ഫോർ എ ലിവിങ്. അവർ സ്വന്തം അധ്വാനിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തിയെ നമ്മൾ ബഹുമാനത്തോടുകൂടി കാണാൻ നമ്മൾ പഠിക്കണം. അവരുടെ ജോബ് ട്രിവിയൽ ആണെന്നൊന്നും നമ്മൾ നോക്കാൻ പാടില്ല. ജോബല്ല ഒരാളുടെ സ്റ്റാറ്റസ് അല്ലേ. ഫസ്റ്റ് കൺസിഡർ ഹിം ആസ് എ ഹ്യൂമൻ ബീയിങ്. ബിക്കം എ ഹീറോ ഓർ ഹീറോയിൻ ഫോർ സമ്മൺ. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ആർക്കെങ്കിലുമൊക്കെ നിങ്ങളൊരു ഹീറോവോ ഹീറോയിനോ എപ്പോഴും ആയിരിക്കണം. നിങ്ങളുടെ സ്വഭാവത്തിലോ നിങ്ങളുടെ പെരുമാറ്റത്തിലോ നിങ്ങളുടെ ദയയിലോ നിങ്ങളുടെ ജസ്റ്റിസിലോ നിങ്ങളുടെ ഒപ്പീനിയൻ പറയുന്നതിലോ എന്തിലെങ്കിലൊക്കെ നിങ്ങൾ ആർക്കെങ്കിലും എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കണം. ഏണിങ് മണി ഈസ് ഡിഫിക്കൽട്ട്. പൈസ സമ്പാദിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ബട്ട് ഏണിങ് റിലേഷൻഷിപ്പ് ഇസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ്. അപ്പോൾ റിലേഷൻഷിപ്പ് നന്നായി കീപ്പ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. പൈസ അധ്വാനിച്ച് കഴിഞ്ഞാൽ കിട്ടും, പക്ഷേ റിലേഷൻഷിപ്പ് ഒരിക്കൽ ബ്രേക്ക് ചെയ്താൽ അതേ ഇതിൽ തന്നെ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ലെറ്റ് നോട്ട് അതേഴ്സ് വിഷ് യുവർ ആബ്സെൻസ്. ഒരിക്കലും ആരും നിങ്ങളെ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആബ്സെൻസ് വിഷ് ചെയ്യരുത്. ദാറ്റ് ഈസ് എപ്പോഴും നിങ്ങളുടെ പ്രസൻസ് ആൾക്കാർ ഫീൽ ചെയ്യണം. നിങ്ങളൊരു നെഗറ്റീവ് എനർജി ആവരുത്. ആസ് ടീനേജേഴ്സ് അറ്റ് 19, ടീനേജ് 19ാമത്തെ വയസ്സിൽ അവസാനിക്കുന്നു. അഡൽട്ട്ഹുഡ് 39ാമത്തെ വയസ്സിൽ നമ്മളുടെ അവസാനിക്കുന്നു. മിഡിൽ ഏജ് അഡൽട്ട്ഹുഡ് സ്റ്റാർട്ട്സ് ഇൻ 40. മിഡിൽ ഏജ് അഡൽട്ട്ഹുഡ് എന്നുള്ളത് 40ാമത്തെ വയസ്സിൽ നമ്മളുടെ തുടങ്ങണം. ടീനേജ് 19 അവസാനിക്കുമ്പോൾ അഡൽട്ട്ഹുഡ് 39ാമത്തെ വയസ്സിൽ അവസാനിക്കുമ്പോൾ മിഡിൽ ഏജ് അഡൽട്ട്ഹുഡ് നമ്മളുടെ 40ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യണം. ദെൻ കീപ് ഗോയിങ് ഓൺ. എല്ലാ 10 ഡെക്കേഡ്സും ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ലൈഫ് കീപ് ഗോയിങ്. ലൈഫ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഓൺലി വി ആർ സ്റ്റിൽ വിതൗട്ട് എ ചേഞ്ച്. ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും മെച്യൂർ ഏജ് ആവുന്നുണ്ട്. പക്ഷെ നമ്മുടെ തോട്ട്സ് മെച്യൂർഡ് ആവുന്നുണ്ടോ? ആർ വി സ്റ്റിൽ വിതൗട്ട് എ ചേഞ്ച്? നമ്മൾ ഓരോരുത്തരും ചേഞ്ച് ഇല്ലാണ്ട് അതേപോലെ തന്നെ ഇരിക്കണം. നമ്മുടെ ചിന്താഗതിക്ക് വ്യത്യാസം വന്നിട്ടുണ്ടോ? ഡ്രസ്സിങ്ങിൻ്റെ കാര്യമല്ല കേട്ടോ പറയണ. നമ്മുടെ ചിന്താഗതിയിൽ വ്യത്യാസം വന്നിട്ടില്ലേ? വരുത്തേണ്ട സമയമായില്ലേ? ഡെയർ ദ ഡിഫറൻസ്. ലെറ്റ്സ് ചേഞ്ച്. നമ്മൾ ഓരോരുത്തരും ചേഞ്ച് ആവാം. അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തർക്കും സമയം കൊടുക്കണം. നമ്മൾ വായിക്കാൻ സമയം കണ്ടെത്തണം. വായിക്കാൻ സമയമില്ലാത്തവർ കേൾക്കാനെങ്കിലും സമയം കണ്ടെത്തണം. നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഗ്രാമാറ്റിക്കലി സംസാരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും സംസാരിച്ചിട്ട് പറ്റില്ല. നമ്മൾ പോകുന്ന ഓരോ മേഖലയിലും നമ്മൾ ഹീറോസോ ഹീറോയിൻസോ ആവേണ്ട ആൾക്കാരാണ്. ഭാവിയിൽ എപ്പോഴും ഏതൊക്കെ മേഖലയിൽ നിങ്ങൾ പോയാലും, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടായിക്കോട്ടെ, റിസർച്ച് റിലേറ്റഡ് ആയിട്ടായിക്കോട്ടെ, ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടായിക്കോട്ടെ, എവിടെ പോകുമ്പോഴും നിങ്ങൾക്കൊരു ബാങ്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും
ഡോക്യുമെൻറ്റ്സ് ഫില്ല് ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാൻ മാത്രമാണ് ഞാൻ ഈ ക്ലാസ് എടുത്തിരിക്കുന്നത്. ഇന്ന് കുറച്ച് ഡിഫിക്കൽട്ട് ഇമ്പോർട്ടൻറ്റ് വേർഡ്സും കൂടി നമ്മൾ പഠിച്ചു. ഐ എം ഷുവർ ദാറ്റ് ഐ മോട്ടിവേറ്റഡ് യു എ ലിറ്റിൽ ബിറ്റ്. സീക്രട്ട് ടു സക്സസ് ഇൻ ലൈഫിൻ്റെ ചെറിയൊരു ഭാഗം ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടത്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. So let's promise to love ourselves. Thank you. Thanks a lot.